എടി നീ ഓപ്പറേഷൻ റോമിയോ എന്ന് കേട്ടിട്ടുണ്ടാ? ഓപ്പറേഷൻ ജാവ എന്ന് കേട്ടിട്ടുണ്ട്. അത് പട്ടം. ആ ഇത് ഈ ചാനലുകാരൊക്കെ കുറെ ക്യാമറ ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയും പോയിട്ട് ഈ പൂവാലന്മാരൊക്കെ പിടിക്കുന്ന അങ്ങനത്തെ ഒരു ഐറ്റം ഇല്ലേ? ആ നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഹംസ സാറിനോടും മണി അടിച്ചിട്ട് എങ്ങനെങ്കിലും സെറ്റാക്കാം. എങ്ങാനും ഒരുത്തനെ നീ പൊക്കിയ കമ്മീഷണറിന്റെ വക ഒരു വരം ഉറപ്പാ. ഇത് ഞാൻ പൊളിക്കും. വായി നോക്കികളെ, ഞാനിതാ വരുന്നു. എവിടെടാ അവരിറങ്ങി? വേഗം വാ. എടാ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരു സൈറൻ ഇട്ടേരട്ടോ, പോലീസ് ഇറങ്ങിണ്ടേ. ആ ഓക്കെ മച്ചാനെ, ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സുജമോൾ, എന്തായി? ഏതെങ്കിലും ഇരനെ കിട്ടിയാ? ഒരുത്തം പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ നിനക്ക് ഇതുവരെയായിട്ട് ഒരു ഒറ്റത്തിന് പോലും കിട്ടിയില്ലേ? സൂട്ടിട്ട് ഇറങ്ങിയപ്പോ വിചാരിച്ചതാ ഇത് നടപടിയാവില്ലാന്ന്. എടി നിനക്ക് ആ ട്രാഫിക്കിൽ നിന്ന് ഇറങ്ങി ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മരം പോലെ നിൽക്കാണ്ട് ഇളകി പണിയെടുക്ക്. പടപടയെന്ന് ഏതെങ്കിലും ഒരുത്തിനെ പൊക്കിട്ടാ സ്റ്റേഷനിൽ ഏൽപ്പിക്ക്. ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? സുജ, യു ക്യാൻ. വെച്ചിട്ട് പൊടി. ഹലോ, ആ പിന്നുണ്ടോ? പിന്നാ? ആ, സേഫ്റ്റി പിൻ. സേഫ്റ്റി പിന്നോ? ഈ സാരിയിൽ ഉടുപ്പിലൊക്കെ കുത്തുന്ന സേഫ്റ്റി പിൻ. ഓ പിന്നെ ആ ഒരു മിനിറ്റ് ഓ നോക്കട്ടെ. താങ്ക് യു. പിന്നെ ഇപ്പൊ വരും, ഫിസില് ഇപ്പൊ വരും. ദേ എന്നാ നമുക്കിട്ട് പോയാലോ? ഇങ്ങോട്ട് എന്താ പേര്? ശരത്ത്. ഓ, അപ്പൊ നീയാണ് സ്ത്രീകളെ ശല്യം ചെയ്യുന്ന അലവരാതി ശരത്ത്. ശല്യോ? എന്റെ സാറേ, ഞാൻ ഈ ചേച്ചിയുടെ അടുത്തൊരു പിന്നുണ്ടോന്ന് ചോദിച്ചതാ, അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ചേച്ചിയോ? സാറേന്ന് വിളിക്കണോ? നീ പെണ്ണും കൂടെ ആണോ പിന്നെ ചോദിക്കുന്നത്? സാറിന്റെ അടുത്ത് പിന്നുണ്ടോ? എന്റെ പൊന്ന് സാറേ, അതിന്റെ സിം ഒന്ന് കുത്തിച്ചടിക്കാൻ വേണ്ടി ചോദിച്ചതാ. നീ സ്റ്റേഷനിലേക്ക് വാടാ, നമുക്ക് കുത്തിച്ചടിക്കാം. അതെ, പിന്നോണ്ട് വേറെ എന്തൊക്കെ ഉപയോഗം ഉണ്ടെന്ന് അറിയാമോ? സ്റ്റേഷനിൽ പറഞ്ഞുതരാം. എന്ത്? നീ ആരാടാ കടമറ്റത്ത് കത്തനാറ് തലയിൽ കെട്ടിട്ട്? വാടാ. ദേഹത്തൂന്ന് എടുത്ത് സാറേ. ആദ്യം കേസ് എന്താന്ന് പറയാ നിങ്ങള്? നിങ്ങൾ കേസ് എന്താന്ന് പറയാ ആദ്യം. എടാ, നീ സ്റ്റേഷനിലേക്ക് വാടാ, കേസൊക്കെ പറയാം. നീ എന്താടാ മറക്കുന്നത്? പോലീസ് സ്റ്റേഷൻകാരൻ പേടിയുണ്ട? എന്ത് പേടി സാറേ? സ്റ്റേഷനോട് ഞാൻ വരാം. അവിടെ ചെല്ലുമ്പോ കേസ് എന്തെന്ന് പറഞ്ഞില്ലെങ്കിൽ എന്റെ വിധം മാറും. എന്ന് അതൊന്ന് കാണണമല്ലോ. നന്ദിയുണ്ട് മാഡം, താങ്ക് യു. വലിയ ഉപകാരമായി പോയി. കൊള്ളാവുന്ന പെണ്ണ്. ആരാടോ നീ? ആ നീ പോയില്ലായിരുന്നോ? എന്ത് പണിയാ സുജ നീ കാണിച്ചേ? എന്നാടി? നാടി. ഹായ്, നല്ല ലുക്ക്. കുറച്ച് ഇംഗ്ലീഷും കൂടി അറിയായിരുന്നെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ് എങ്കിലും ആകായിരുന്നു. അല്ലെങ്കിൽ എന്റെ പൊന്നുമോള് വേറെ പണിക്ക് പോണത് തന്നെ നല്ലത്. ഏ എന്നാടാ കുഴപ്പമായോ? കുഴപ്പമായാന്നാ ആ കുഞ്ഞുമാമ സാർ ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ച് വെച്ചേള്ളൂ. ആ ചെക്കൻ ആ സ്റ്റേഷനെടുത്ത് അമ്മാനാടായിരുന്നു. FB-യിൽ ലൈവ് പോകാനിരുന്നതാ. പിന്നെ എങ്ങനെയൊക്കെയോ കയ്യും കാലും പിടിച്ച് അവിടുത്തെ ആൾക്കാർ ഒതുക്കി തീർത്തു. എന്റെ പൊന്നു സുജേ, കുറച്ചൊക്കെ ബോധം വേണം കേട്ടോ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചോ. എടാ അത് എടുക്കല്ലേ, ഞാൻ ഇന്നലെ കാശ് കൊടുത്ത് പോളിഷ് ചെയ്യിപ്പിച്ച് വെച്ചതാട്ടോ. ഓ അത് സാറില്ലടി, എനിക്കിന്ന് വനിതാ സെല്ലല്ലേ ഡ്യൂട്ടി. പെണ്ണുങ്ങളാരും പ്രാന്തെടുത്ത് വിളിച്ചില്ല എന്നുണ്ടെങ്കിലേ എനിക്ക് സുഖമായിട്ട് അവിടെ കുത്തിരുന്ന് ഉറങ്ങിയാൽ മതി. അപ്പൊ അതും പാളിയില്ലേ? എന്നതാ എന്തേ താൻ എന്നാത്തിന് ഇവിടെ നിൽക്കുന്നേ? ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ? ദേ യൂണിഫോമിലുള്ള പോലീസുകാരിയാ ഞാന്. ആണോ? മേഡം വിസിലെടുത്ത് അങ്ങ് ഊത്. എന്താ സംഭവിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. ഞാനേ ഫേസ്ബുക്കിൽ ലൈവ് പോകാൻ പോവാ. കള്ളക്കേസിൽ കുടുക്കിയതും പോരാ, സൈബർ പോലീസ് പുറത്തു വിട്ടേക്കുന്ന വീഡിയോ. എന്റെ ദൈവമേ, മനുഷ്യന് മനസ്സമാനായി റോഡിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല. പോയി കേസ് കൊടുക്ക്. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. ഓ എന്നാ താൻ വൈകുന്നേരം വരെ ഇവിടെ നിൽക്ക്. ഒരു പാത്രവും കരുതിക്കോ, വല്ല ചില്ലറയും തടയും, വെറുതെ സ്മാർട്ട് ആകാൻ വേണ്ടി.
എന്തിനാണാവോ കൂട്ടുകാരിയാന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു സമയത്ത് അവളെ വിളിച്ചാൽ കിട്ടത്തൂല്ല. ചുമ്മാ നോ പാർക്കിങ്ങില്ല അവന്റെ. ഹലോ, അയ്യോ സാർ, ACP സാറ്. അങ്കിളെ ATM പോയേക്ക. സാറേ, അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതായിരുന്നേ. ഓപ്പറേഷൻ ചെറുതായിട്ടൊന്ന് പാടി. ഓ, ഉണ്ണിത്ത സാറിനോട് പറഞ്ഞിട്ട് പ്രശ്നമൊന്നും ആക്കരുതേ പ്ലീസ്. അവൻ ആളത്ര വെടുപ്പാന്ന് എനിക്ക് തോന്നണില്ല കേട്ടാ. ഏയ്, കലിപ്പൊക്കെ അവന്റെ നമ്പർ അടി. ആള് പാവാന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ പോം. ചേട്ടാ നല്ല മണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്തുട്ടാ മോളൊരു IPC 143 മണക്കുണ്ടല്ലോ. ഒന്ന് പോടി. എന്തുട്ടാ അവന്റെ ജോലിന്ന് ആർക്കറിയാം, ഏതാണ്ട് വലിയ ബിസിനസ്സുകാരനാന്നാ തോന്നുന്നേ. ഇവിടെ ഒന്ന് വായി നോക്കി നിൽക്കാതെ മന്ത്രിയുടെ കാറിന്റെ അടുത്തോട്ട് ചെല്ല്. ആരെങ്കിലും ഒന്ന് പോറിയാ അത് മതി. സമയായി. ചെക്കനോടും പെണ്ണിനോട് ഇറങ്ങാൻ പറ. മന്ത്രി അവിടെ വെയിറ്റ് ചെയ്യാം. Come on, big day today. എല്ലാവരും ഹോളിലേക്ക് ചെല്ല്. നിങ്ങളിവിടെ നിൽക്കാണോ? ചെക്കനും പെണ്ണിനും കൊണ്ടുവന്ന വണ്ടിയുടെ ഡ്രൈവർ അല്ലേ? ആ വഴി ബ്ലോക്ക് ചെയ്തിട്ടാണോ വണ്ടി ഇട്ടിരിക്കുന്നത്? അതൊന്നും അവിടെ എടുത്ത് മാറ്റിയ. നിങ്ങൾക്കൊക്കെ ഉള്ള ഫുഡ് വേറെ പുറത്തവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടക്കണം. അടിപൊളി, നല്ല മട്ടൻ കറിയാ. മട്ടൻ കറി വേണോ മാനം വേണോ? നമുക്ക് പോവാണ്. എനിക്ക് മട്ടൻ കറി മതി, നീ വേണമെങ്കിൽ മാനം കൈ പിടിച്ച് വെക്കും. കുറെ നേരം എടുക്കൂടാ. 1 2 3 4 5. ഹലോ ഹലോ. അല്ല, കൊച്ചുമുതലാളി എന്താ ഈ ക്യൂവില്? ഞാനിങ്ങനെ. മേഡം ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ കൊറേ നേരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഓഹോ, നൈസ്. ഫ്രണ്ടാ സന്ദീപ്, റൂംമേറ്റ്സ്. പിന്നെ കേസിലെ മേഡം. കേട്ടുണ്ട്. നല്ല ഫുഡാ. ഓ ആണോ? കഴിച്ചോ.